നല്ല പടമാണ്. KGF പ്രതീക്ഷിച്ചു പോകല്ലേ, കാരണം എൻ്റെ ഡിഫറെൻ്റ് ഒരു സ്റ്റോറിയാണ്, എൻ്റെ ഡിഫറെൻ്റ് ഒരു സെറ്റിംഗ് ആണ്. മീൻ എന്താ പറയണ്ടേ, KGF അത്ര ഒരു എന്താ പറയണ്ടേ അമാനുഷികത അങ്ങനെയൊന്നുമല്ല, ഒരു ഡിഫറെൻറ്റ് സെറ്റിംഗ് ആണ് ആ ഒരു KGF ഒരു റോളിൽ. പക്ഷേ തീർച്ചയായിട്ടും വിത്തോടെ ഒരു KGF എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് പുള്ളിക്കാരനെ തന്നെ പറയണ്ട, ഒരു ലാസ്റ്റ് ഒരു 20-30 മിനിറ്റ്സ് പ്രശാന്തിലും പ്രവാസം അവർ എൻ്റെ സലാർ ടീമും പൃഥ്വിരാജിനും പൃഥ്വിരാജ് ഫാൻസിനും കൊടുത്തൊരു ട്രിബ്യൂട്ടായിട്ട് കാണുള്ളൂ. അത് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ആ രീതി പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല ഫിലിമാണ്, കൂടുതലും ഡ്രാമയാണ്, ഒരു നല്ലൊരു സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി നല്ലൊരു സ്റ്റോറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡാണ്, പേഴ്സണലി ഞാൻ നല്ല സാറ്റിസ്ഫൈഡ്. എന്തോ ഫൈറ്റ് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ഫൈറ്റ് ആണെന്നല്ല, അങ്ങനെയല്ല. ഒരു സ്റ്റോറി എന്താ പറയുക പാരലായിട്ട് ഒരു സ്റ്റോറി അങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിനെ വേണ്ടി ഒരു ബിൽഡപ്പ് ആയിട്ടൊരു സ്റ്റോറി സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഫൈറ്റ് ഓൾമോസ്റ്റ് ഒരു 4 to 5 സീൻസ് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഒരു ബ്ലഡ് ഷെഡാണ്, അതിലാണ് സ്റ്റോറി തീരുന്നത്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഒരു ബിൽഡപ്പ്, അതൊരു എന്നാ പറയുക ഒരു യുദ്ധം സെറ്റപ്പിലേക്ക്, ഒരു വലിയൊരു ഈ ഡെമൺസ് തമ്മിലുള്ള യുദ്ധം സെറ്റപ്പിലേക്ക് ഒരു സെറ്റിംഗ് എല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. ഫൈറ്റ് ഉണ്ട്, 4 ഫൈറ്റുകളും ഉണ്ട്. അതിനകത്ത് സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് ഫൈറ്റും ഇൻട്രോവൽ ഫൈറ്റൊക്കെ എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പേഴ്സണലി ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് ഫൈറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, പൃഥ്വിരാജിന് വേണ്ടി കൊടുത്തൊരു ട്രിബ്യൂട്ടായിട്ട് നമുക്ക് ആ ഫൈറ്റ് കാണാൻ പറ്റുള്ളൂ. കാരണം പുള്ളിയെ ഹൈലൈറ്റ് ചെയ്ത്, പുള്ളിയുടെ ഫാൻസിനെ ഹൈലൈറ്റ് ചെയ്ത് എന്താ പറയുക പ്രവാസം തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലൊരു സീനൊക്കെ ഉണ്ട്. പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കഴിയും നമുക്ക്. കാരണം ഒരു ബാഹുബലി ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടിനെ നമ്മളെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്നുണ്ട്. സെയിം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഒരു സലാർ ഫസ്റ്റ് ഒരു സ്റ്റോറി സെറ്റ് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയാണ്. പേഴ്സണലി സാറ്റിസ്ഫൈഡ്. എന്തോ ഹൈപ്പ് മീൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കംപ്ലീറ്റ് ഫൈറ്റും ബ്ലഡ് ഷെഡും പ്രതീക്ഷ പോലെ ഒരു സ്റ്റോറി, ഒരു ഡ്രാമ, ആ കൂടെ തന്നെ ഈ ഫൈറ്റ്, അങ്ങനെ ആ ഒരു രീതി പോയി കാണുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നന്നായിട്ടുണ്ട്, നല്ല കണ്ടിരിക്കാം, നല്ല പടം. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. KGF ആയിട്ട് ഉണ്ട് ഏകദേശം. KGF ആയിട്ട് നോക്കുകയാണെങ്കിൽ BGM ഒട്ടും പോരാ. പക്ഷേ ഇത് പക്കാ തെലുങ്ക് പടം തന്നെ വെച്ചേക്കുന്നു. നല്ല പടം കിട്ടില്ല. KGF ആയിട്ട് കമ്പയർ ചെയ്യാൻ തോന്നുന്നില്ല. നല്ല പടമാണ്, നൈസാണ്. പൃഥ്വിരാജ് നൈസായിട്ടുണ്ട്. പ്രവാസം പൊളിയാണ്. ഫൈറ്റ് അൻവറിയല്ലേ, പിന്നെ അങ്ങനെ പൊളിയാതിരിക്കും. അതൊക്കെ പോയി കാണാം, അതായത് നല്ലത്.